ഒരു മധുരക്കിനാവെല്ലഹരിയിൽ നിന്നും കുടമുല്ല പൂവിരിഞ്ഞു. അവിടെ എന്തുവാണ് എന്തോ കൃഷിയൊക്കെ. ഇവിടെ എന്തുവാണ് നല്ലൊരു മണം വരുന്നതല്ല. ഫ്രാങ്ക്ലിൻ ബൈ ബർഗർ ഉണ്ടാക്കണം. വെയിറ്റ് ആക്ക്. നമ്മളെ ഡോറിമോന്റെ വീടല്ലത്. ഞാൻ പോയി നോക്കട്ടെ. അവിടെ എന്തുവാണ് കൊറേ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അതെ, ഡോറിമോൻ അവിടെ നിക്കുന്നുണ്ട്. എടാ, അവിടെ എന്തുവാണ് കൃഷിയാ? ഡോറിമോന്റെ അച്ഛൻ പുതിയ ബിസിനസ് തുടങ്ങിയ കൃഷി. ഞാൻ പോയി നോക്കട്ടെ. അയ്യോ, ഇവിടെ ഫുള്ള് വേസ്റ്റ് പാട്ടകളൊക്കെ ആണല്ലോ. എനിക്ക് തോന്നുന്നു ആ കൃഷിയുടെ വല്ല വേസ്റ്റ് വല്ല ആയിരിക്കും. വെയിറ്റ് ആക്ക്. എന്റെ മോനെ, വാഴക്കൊല കൃഷിയാ. എടാ ഡോറിമോനെ. എടാ ഷിൻചാനെ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കായിരുന്നു. നീ കാണുന്ന കൊതു കണ്ട? പഴം, ആപ്പിള്, മുന്തിരി, അനാറ്, മുസമ്പി ഇതൊക്കെ ഉണ്ടല്ല നിന്റെ വീട്ടിലോട്ടുള്ളതാണ്. എന്റെ അച്ഛനുണ്ടല്ല കഷ്ടപ്പെട്ട് കൃഷി ഉണ്ടാക്കിയതാണ്. നോക്കിയേ കൃഷി എങ്ങനെയുണ്ട്? എന്റെ അടിയോ, എടാ കൊള്ള ഏട്ടാ, കൊള്ള. വെള്ളം ഇത് പൊളിച്ചല്ല. ഹലോ ഡോറിമോൻ അച്ഛാ, ഇത് കൊറേ നാളായാ? മക്കളെ, ഇത് നമ്മള് കൊറേ നാളായി. പെട്ടെന്ന് വളർന്ന പെട്ടെന്ന് വളരും, അങ്ങനെയാണത്. ആണോ? കൊള്ള. എടാ ഡോറിമോനെ, അന്നാ പിന്നെ സാധനം കൊണ്ടുപോവാണ് കേട്ടാ. ഓക്കെ. എടാ ഞാൻ ഉച്ചരിഞ്ഞ് കളിക്കാൻ വരാം കേട്ടാ. നമുക്ക് നമ്മളെ ഗ്രൗണ്ടിൽ പോയിട്ട് കളിക്കാം. ഓക്കെ ഡോറിമോനെ, ഓക്കെ. അച്ഛാ പെട്ടെന്നായിക്കോട്ടെ. ഇനിയും വേണം നമുക്ക് പണികള്. ഇത് വിചാരിച്ച മാതിരിയല്ല ചേച്ചി. മാരൊക്കെ ചേച്ചി ഇവിടെ കണ്ടില്ല ആപ്പിളും മുന്തിരിയൊക്കെ കൊണ്ടുപോണത്. ഇത് കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് വേറൊരു സംഭവമാണ്. ചെറിയ ഉള്ളി 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, ബീൻസ് 2.5 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, വെണ്ടക്ക 3 കിലോ 100, ബീട്രൂട്ട് 3 കിലോ 100. എന്റെ മോനെ, ഇതെത്രയും പെട്ടെന്ന് ഞാൻ കൊണ്ടുപോകട്ടെ. നമ്മുടെ വീട്ടില് കൃഷി ഒന്നുമില്ല. എല്ലാ പുല്ലും മരങ്ങളും എന്റെ ഫ്രാങ്ക്ലിൻ ബൈയും ട്രെവർ മാമനും വെട്ടിക്കളയും. ഓൾറൈറ്റ്, ഇതങ്ങ് ഞാൻ ഇവിടെ കൊണ്ടുവെക്കട്ടെ. ട്രെവർ മാമ പറഞ്ഞ് നാക്കെടുത്തില്ല. ദേ ആ പുല്ലൊക്കെ അങ്ങ് വെട്ടിക്കളയുന്നു. ട്രെവർ മാമ, ഇത് കണ്ട? ഈ കാണുന്ന എല്ലാ ഫ്രൂട്ട്സും ഉണ്ടല്ല അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഡോറിമോൻ ഉണ്ടല്ല കൃഷി നടത്തിയിട്ടുണ്ടാക്കിയാണ്. അറിയോ? നിങ്ങളിങ്ങനെ എല്ലാ മരങ്ങളും വെട്ടിത്തഴിച്ച് ചെയ്തുകൊണ്ടിരുന്ന. എടാ ഹിഞ്ചാമോനെ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ല കാര്യങ്ങളൊന്നും? ഞാൻ എന്തറിയാനായിട്ട്? ഞാനൊന്നും അറിഞ്ഞില്ല. എന്താണ് സംഭവം? അത് പിന്നെ മക്കളെ, ഫ്രാങ്ക്ലിനുണ്ടല്ലോ കൊറേ വളങ്ങളും കൊറേ ചെടികളും കുറെ സാധനങ്ങളൊക്കെ ഓർഡാക്കിയിട്ടുണ്ട്. എന്തോ വാട്ടർമെലൻ കൃഷിയോ എന്തൊക്കെ തുടങ്ങാൻ പോണെന്നാണ് ഫ്രാങ്ക്ലിൻ പറയണ കേട്ടത്. നീ ഒന്ന് പോയി ചോദിച്ചു നോക്ക്. വാട്ടർമെലൻ കൃഷിയാ? അത് പൊളിക്കോല. അതും വാട്ടർമെലൻ. അതൊരു കിടില കൃഷിയായിരിക്കും. ഞാൻ എത്രയും പെട്ടെന്ന് ഫ്രാങ്ക്ലിൻമാരുടെ അടുത്ത് പോയിട്ട് ചോദിക്കട്ടെ. ഫ്രാങ്ക്ലിൻമാർ അവിടെ ബർഗർ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? അതെ, അവിടെ ഇരുന്ന് ബർഗർ ഉണ്ടാക്കുന്നുണ്ട്. ഫ്രാങ്ക്ലിൻ ബൈ എന്താണ് കൃഷിയൊക്കെ തുടങ്ങാൻ പോണെന്ന് പറഞ്ഞത്? എടാ ഷിൻചാനെ, അത് പിന്നെ നമ്മളുണ്ടല്ലോ ഒരു വാട്ടർമെലൻ കൃഷി അങ്ങ് തുടങ്ങാൻ പോണ്. വാട്ടർമെലനൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ബിസിനസ് ആണ് ഇപ്പൊ. അതറിയോ നിനക്ക്? അത് മാത്രമല്ല ഭയങ്കര ടേസ്റ്റും ഹെൽത്തി ഡ്രിങ്കും അല്ലടാ ഷിൻചാനെ വാട്ടർമെലൻ. ഒരു കാര്യം ചെയ്യാം, കുറച്ച് കഴിഞ്ഞാല് ഞാൻ പോയിട്ട് വാട്ടർമെലിന്റെ സാധനങ്ങളൊക്കെ എടുത്തേച്ച് വരും. ഓക്കെ, അപ്പത്തിനും നീയും ഡ്രൈവറൊക്കെ കൂടിയിട്ട് സോയിലും മണ്ണൊക്കെ ഇട്ടിട്ട് അപ്പുറത്തെ പറമ്പിന്ന് ക്ലീനപ്പ് ആക്കി സെറ്റപ്പ് ആക്കി ഒരു കൃഷിയുടെ ഭൂമിയാക്കി മാറ്റി നീ. ഓക്കെ, ഞാൻ പണിയെടുക്കാനാ? പിന്നെ അല്ലാണ്ട് ഞാൻ വന്ന് പണിയെടുക്കോ? നീ പണിയെടുക്കണം. എന്നും രാവിലെ നനയ്ക്കണം. ഒരു തോട്ടം ഞാൻ നിനക്ക് തരാം. ഒരു തോട്ടം നീ നോക്കിക്കോ. എന്ത് പറയുന്നു? അത് പൊളിച്ച്. അങ്ങനെയാണെങ്കിൽ സെറ്റ്. ഒരു തോട്ടം എനിക്കും ഒരു തോട്ടം ഫ്രാങ്ക്ലിൻ ബൈക്കും. ഓൾറൈറ്റ്. എത്രയും പെട്ടെന്ന് ട്രെവർ മാമന്റെ അടുത്ത് കാര്യം വേണ്ടേ. ട്രെവർ മാമ, ഫ്രാങ്ക്ലിൻ ബൈ സെറ്റാക്കി ഒരു തോട്ടം എനിക്ക് തരാന്ന് പറഞ്ഞ്. ഫോൺ ബെല്ലടിക്കുന്നുണ്ടല്ല. ഇതാരാണ്? ഹലോ, ഇത് ഫ്രാങ്ക്ലിൻ അല്ലേ? അതെ, ഫ്രാങ്ക്ലിൻ ആണ്. എന്ത് പറ്റി പറഞ്ഞോളൂ. ഇത് കൊറിയർ സെന്ററിൽ നിന്നാണ്. പറഞ്ഞു എന്ത് പറ്റി? നിങ്ങൾ ഓർഡർ ചെയ്ത വാട്ടർമെലൻ സീഡ് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ കളക്ട് ചെയ്യാം. ഓക്കെ ഇപ്പൊ വരാം. ഓക്കെ നമുക്കപ്പൊ എന്തായാലും അവിടെ പോയിട്ട് അത് കളക്ട് ചെയ്യണം. സാധനം പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടുണ്ട്, വാട്ടർമെലന്റെ സീഡും കാര്യങ്ങളൊക്കെ. ഓൾറൈറ്റ്, എത്രയും പെട്ടെന്ന് സാധനങ്ങൾ ഞാൻ പോയി മേടിക്കട്ടെ. അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കൃഷി തുടങ്ങി കഴിഞ്ഞാല് അത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഗൈസ്. അത് മാത്രമല്ല ഗൈസ്, വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടില്ലേ, അർജുൻ. അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേര് നമ്മൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഗൈസ്, ഇതാണ് നമ്മുടെ പുതിയ ചാനൽ, സെക്കൻഡ് ചാനൽ. ഈ ചാനലിൽ നമ്മൾ കുറേ ഗെയിംസ്, അതായത് മൾട്ടിപ്ലെയർ ഗെയിംസ്, അതായത് നമുക്ക് ഫ്രണ്ട്സിനൊപ്പം കളിക്കാൻ പറ്റുന്ന ഗെയിംസ്, അതുപോലെ കുറേ ഗെയിംസുകൾ നമ്മൾ കളിക്കുന്ന ഡെയിലി വീഡിയോസ് ഇടും. ഡെയിലി അല്ല, ഒന്നരാടം വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തായാലും ആ ചാനലൊക്കെ ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക്
ചെയ്ത് ചെക്കൗട്ട് ചെയ്യാം. അതിൽ നമ്മൾ ഫേസ് ക്യാം, നമ്മൾ ഫേസ് ഒക്കെ വെച്ചിട്ട് ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബിലേക്കും ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അതിൽ കുറെ ടൈപ്പ് ഓഫ് ഗെയിംസുകൾ ഇടുന്നുണ്ട്, റോബ്ലോക്സ്, കാർ ഓടിക്കുന്ന ഗെയിംസ്, അതുമാതിരി കുറെ ടൈപ്പുകൾ. അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്കൗട്ട് ചെയ്യാം, മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും. ഓക്കെ, ഷിൻജാനെ ഇവിടെ ചട്ടി കണ്ടോ? നീ ഒന്ന് തപ്പിയേ. ആ അതെ, ഇപ്പൊ തപ്പ ഇപ്പൊ നമ്മുടെ ഇത് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് ട്രെവർ മാമ. സോയിലും കാര്യങ്ങളൊക്കെ. പിന്നെ അത് മാത്രല്ല, ഈ കാണുന്ന വെള്ളം ഒഴുകണ സാധനം കണ്ട, ഈ ഐഡിയ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ട്രെവർ മാമ? അതൊക്കെ നമുക്ക് കിട്ടിയടാ ഷിൻജാനെ. എങ്ങനെയുണ്ട് നമ്മുടെ ഫാം നടത്താൻ പോകുന്ന, കൃഷി നടത്താൻ പോകുന്ന സ്ഥലം? ഇഷ്ടപ്പെട്ടോ നിനക്ക്? ഇതാകുമ്പോ ഫുൾ ടൈം വെള്ളം, നമ്മുടെ സ്വിമ്മിംഗ് പൂളിൽ നിന്നുള്ള വെള്ളം നേരെ ഇങ്ങോട്ട് കിട്ടിക്കോളും. സെറ്റപ്പ് അല്ലടാ ഷിൻജാനെ? പിന്നെ അല്ലാണ്ട് ഫ്രാങ്ക്ലിൻ ബായിന് കൃഷി നടത്തി കഴിഞ്ഞാല് പൊളിക്കും, തകർക്കും, കിടക്കും. ഫ്രാങ്ക്ലി വന്നതൊന്ന് പുറത്തുള്ള സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ വണ്ടിയുടെ. ഓൾറൈറ്റ്, അങ്ങനെ സാധനം നമ്മുടെ കയ്യിൽ ഡെലിവറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് നടണം. അപ്പത്തിന് അവന്മാർ അയ്യോ സോയിലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല സോയിലുണ്ടോ നമ്മുടെ പറമ്പില്? നല്ല വളമായിരിക്കും അത്. അപ്പൊ നമുക്ക് ബെനിഫിറ്റ് ആയിരിക്കും, നല്ല രീതിക്ക് ഗ്രോത്തും പെട്ടെന്ന് വളരാനായിട്ട്. ഓൾറൈറ്റ്, ഞാൻ പോയി നോക്കട്ടെ എന്തായി കാര്യങ്ങളെന്ന് പോയി നോക്കട്ടെ. എടാ ആ ചോപ്പെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓ കൊള്ളാലോ എന്റെ മോനെ. എടാ ഷിൻജാനെ, ട്രെവർ മാമ, ഇത് പൊളിച്ച് കേട്ടാ. ഇത്രയും കുറെ സോയിലൊക്കെ സെറ്റപ്പ് ആക്കി. ഈ ഐഡിയ എന്തായാലും പൊളിച്ച്. കാരണം സ്വിമ്മിംഗ് പൂളിത്തെ വെള്ളം ഒഴുകി ഇങ്ങോട്ട് വന്നോളും. സ്വിമ്മിംഗ് പൂള് പക്ഷെ ചെളി ആയിട്ടില്ല, അത് കാരണം കൊള്ളാം. ഓ, നടക്കുമ്പോഴൊക്കെ ചെളിയുടെ സൗണ്ട് കേട്ടാ. ഈ ചെളിയില്, അതായത് വെള്ളമുള്ള സോയിലാണെങ്കിൽ നല്ല രീതിക്ക് ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ട്രെവർ മാമ, ഞാനൊന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വെച്ച് വരാം. നിങ്ങളൊന്ന് സെറ്റപ്പ് ആക്ക് കാര്യങ്ങളൊക്കെ, സീഡും കാര്യങ്ങളൊക്കെ. ഷിൻജാനെ, നീ പോയിട്ട് ആ ദീന്ന് എടുത്തുണ്ടോ? വണ്ടിയുടെ മേലെ വെച്ചിട്ടുണ്ട്, ആ സീഡൊക്കെ എടുത്തുണ്ടോ? അന്നൊരു ട്രെവർ മാമന് കൊടുക്ക്. ഷിൻജാനെ, നിനക്കെന്ന് പറയാനായിട്ട് ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു 6 പ്ലോട്ടാണ്. അപ്പൊ അതിലൊരു 3, ഈ 3 ഭാഗം നീ എടുത്തോ, ഈ 3 ഭാഗം നീ എടുത്തോ. ഡ്രൈവർ അത് അവന്റേതായ രീതിയിൽ അവൻ ചെയ്തോളും. ഞാൻ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഒന്ന്. അയ്യോ, നമ്മൾ ഉണ്ടാക്കി വെച്ച ബർഗർ എന്തായാവോ? കരിഞ്ഞു കാണോ? ദൈവമേ, ഞാനത് മറന്നുപോയി. ഉച്ചയ്ക്ക് അങ്ങനെയാണെങ്കിൽ പട്ടിണിയാവുന്നാണ് തോന്നണത്. വെയിറ്റ്, ആ ബർഗർ. ഭാഗ്യം, ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പോയത്, അത് കാരണം കുഴപ്പമില്ല. എന്റെ പൊന്നുടാവേ, ഇത്രയും വലിയ പെട്ടി എന്തൊരു വെയിറ്റ് ആ നോക്ക്. ദൈവമേ, ട്രെവർ മാമ ഒന്ന് പെട്ടെന്ന് വായോ. ഇന്നാ പിടിക്ക് ഈ സീഡ്, ഈ വിത്ത് മൊത്തം അങ്ങോട്ട് പാവ്. എന്നിട്ട് വേണം ട്രെവർ മാമ വാട്ടർ മെലൻ കൃഷി സെറ്റപ്പ് ആവാനായിട്ട്. അവിടെ വെച്ചോ, ഞാൻ എടുത്തോണ്ട്, ഞാനിത് നട്ടോണ്ട്. ഓക്കെ, ഞാനപ്പൊ റെസ്റ്റ് എടുക്കട്ടെ കേട്ടാ. വയ്യാണ്ടായി. എന്റെ പൊന്നോ, ഓൾമോസ്റ്റ് എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട്. വിത്തുകളും കാര്യങ്ങളൊക്കെ നട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഞാനൊന്ന് പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. വയർത്ത് കുളിച്ച് ഞാൻ. ദൈവമേ, അങ്ങനെ കൃഷി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം. ഇനി ഒരാഴ്ച കഴിയുമ്പത്തേനും എല്ലാ കുമ്മട്ടിങ്ങ തൈക്കളും നടാൻ തുടങ്ങും. അവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ടല്ലോ. അവിടെ എന്തുവാണ്? എന്റെ മോനെ, അവിടെ ഷിൻജാനും ട്രെവർ മാമനും ഫ്രാങ്ക്ലിൻ ബൈയൊക്കെ കൂടിയിട്ട് അവിടെയും കൃഷി നടത്തിയ. കൃഷി നടത്തണം, നല്ലതാണ് പ്രകൃതിക്ക്. അത് നല്ലൊരു കാര്യമാണ്. അച്ഛൻ അറിഞ്ഞ അവിടത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഷിൻജാന് എന്താണ് നടാൻ പോണ ദൈവത്തിന് അറിയാം. കൃഷിയൊക്കെ നല്ലൊരു കാര്യമില്ലടാ, അവര് നടട്ടെ. ഇത് കുഴിച്ചിട്ട് എന്താണ് ഫ്രാങ്ക്ലിൻ ബൈ? ഇവിടെ ഒരു പുല്ല് പോയിട്ട്, ഒരു തേങ്ങ പോയിട്ട് വളർന്നിട്ടില്ലല്ലോ ഫ്രാങ്ക്ലിൻ ബൈ, അത് എന്തുവാണ്? എടാ മണ്ടൻ ഷിൻജാനെ, എടാ ഇന്ന് തൈ നട്ട് കഴിഞ്ഞാല് ഇന്ന് മുളയ്ക്കത്തില്ല. ചുരുങ്ങിയതൊരു 4-3 ദിവസം പിടിക്കും കുഞ്ഞി സാധനം മുളച്ചു വരാനായിട്ട്. അത് മുളച്ചു വന്നിട്ട് അതൊരു ചെടിയായിട്ട് വലിയൊരു ബുഷായി മാറും. ആ ബുഷിന്നാണ് വാട്ടർ മെലൺ ഉണ്ടാവുക. അതറിയത്തില്ലടാ നിനക്ക്? അത് ശരി. അപ്പൊ എത്ര ദിവസം വെയിറ്റ് ആക്കണം? ദൈവമേ. എടാ ഷിൻജാനെ, വന്നൊന്ന് ഉറങ്ങടാ. നീ എന്താ ഉറങ്ങാത്തത്? സമയം എത്ര മണിയായി? 11 മണിയായി. ഈ നേരം വരെ മുളച്ചിട്ടില്ല. നല്ല മഴ പെയ്യുന്നുണ്ട് ഫ്രാങ്ക്ലിൻ ബൈ പുറത്ത്, അറിയോ? ഷിൻജാനെ, മഴ പെയ്യണം നല്ലതാടാ മുളയ്ക്കാനായിട്ട്. അതറിയോ? നീ വന്ന് കിടന്നുറങ്ങിയേ. വരുന്നു.
ഫ്രാങ്ക്ലിൻ ബൈ ദാ വരുന്നേ. ആ ഇന്നെങ്കിലും മുളച്ചാവോ? ഇന്നും മുളച്ചിട്ടില്ലേ? ഇന്നലെ നല്ല മഴ പെയ്തിന് വെള്ളമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. ഇതൊക്കെ തുടച്ചു കളയണല്ലോ. എന്താടാ ഇത് ഇന്നും മുളച്ചിട്ടില്ല? നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ മുളയ്ക്കുമായിരിക്കും. ആ, ഇന്നെങ്കിലും മുളച്ചാ മതി. ഡ്രൈവർ മാമയുടെ പണിയെടുക്കുന്നില്ല. ഇന്നും മുളച്ചിട്ടില്ലേ ഡ്രൈവർ മാമ? എന്താ മുളയ്ക്കാത്തത്? എടാ ഷിൻജാനെ, 2 ദിവസമല്ലടാ ആയിട്ടുള്ളത്. മുളയ്ക്കും, നീ ഒന്ന് വെയിറ്റ് ആക്ക്, അടങ്ങങ്ങോട്ട്. മുളയ്ക്കും പറഞ്ഞിട്ട് ഇതുവരെ ഒരു തൈ പോലും മുളച്ചിട്ടില്ല. ഫ്രാങ്ക്ലിൻ ഭായി അടുത്ത് പറയാ കാര്യം. ഫ്രാങ്ക്ലിൻ ഭായി ഇന്നും മുളച്ചിട്ടില്ല. എന്നെങ്കിലും മുളച്ചാ മതി. വാട്ട്, എന്റെ മോന് ചെടി മുളച്ചു തുടങ്ങി. ട്രെവർ മാമ ചെടി മുളച്ചു തുടങ്ങി. ആടാ കണ്ടോ, ഇതിന്റെ ഇടയിൽ കുറെ പൊട്ട പുല്ലുകൾ മുളച്ചു വന്നിട്ടുണ്ട്. മിനിയാണ്ട മഴ കാരണം ഞാൻ അതൊക്കെ ഒന്ന് പറിച്ചു കളയുവാണ്. നീ നോക്കിയാണ് കേട്ടോ ചപ്പു, ഇത് ചെടിയൊന്നും ചവിട്ടല്ലേ. എന്ത് ഞാൻ ചവിട്ടാനാ? ഓ, ഈ കാര്യം ഞാൻ ഫ്രാങ്ക്ലിൻ ഭായിയുടെ അടുത്ത് പറയട്ടെ. ഫ്രാങ്ക്ലിൻ ഭായി ചെടി മുളച്ച്. എന്തോ മുണ്ടാടിരിയടാ. ചെടിയാവുമ്പോ മുളയ്ക്കും, ചിലപ്പോ കൊഴിയും, ചിലപ്പോ ചീഞ്ഞു പോകും. ഒന്ന് വിടാടി കിടന്ന് തുടങ്ങിയടാ. അത് ശരി. ഇനി എന്തായാലും 2 ദിവസം കൂടി കഴിയുമ്പത്തിനും വലിയ ചെടിയായി മാറും. അത് പൊളിക്കും. ഫ്രാങ്ക്ലിൻ ഭായി എണീക്ക്. എന്താടാ ഷിൻജാനെ, കാര്യം തെളിയിച്ച് പറ. മുളച്ചു ഫ്രാങ്ക്ലിൻ ഭായി, ചെടി മുളച്ച് വലുതായി. എന്റെ മോന് ട്രെവർ മാമൻ അതിനിടെ പണിയെടുക്കുന്നു. ഈ ട്രെവർ മാമൻ ഉള്ളതുകൊണ്ടാണ് ഈ ഫ്രാങ്ക്ലിൻ ഭായി പറഞ്ഞത് പ്രകാരം നോക്കുവാണെങ്കിൽ ഈ 3 ചെടി എന്റേത്, ആ 3 ചെടി ഫ്രാങ്ക്ലിൻ ഭായിയുടേത്. എടാ ഡോറി മോനെ, നീ കണ്ടോടെ ഇത്? എടാ എന്നെ വിളിച്ച എന്ത് പറ്റി? എടാ ഡോറി മോനെ, നീ ഇങ്ങോട്ട് വായോ. ഇവിടെ കണ്ട എന്റെ കൃഷി കണ്ട അടിപൊളിയായില്ലേ? വാവ്, കൊള്ളാലോ. ദാ വരുന്നു. ഇവന്റെ കൃഷി ഞാൻ പോയി നോക്കട്ടെ. ഓ എന്റെ മോനെ, ഇത് എന്ത് കൃഷിയാടാ ഷിൻജാനെ? ഇത് കൊള്ളാലോ. ഇതാടാ ഡോറി മോനെ വാട്ടർ മെലൻ കൃഷി. വാട്ടർ മെലൻ ഉണ്ടാവുമ്പളേ ഞാൻ നിനക്ക് തരാട്ടാ, വീട്ടിൽ കൊണ്ടുവന്ന് തരാം. ഈ 3 എണ്ണം എന്റേത്, ഈ 3 എണ്ണം ഫ്രാങ്ക്ലിൻ ഭായിയുടേത്. അറിയോ? എടാ പൊളി വാട്ടർമെലൻ കൃഷി സെറ്റ്. അടെ ഞാൻ പോയി തരാവേ. എനിക്ക് ബനാനക്ക് വെള്ളം ഒഴിക്കാൻ സമയമായി. നമുക്ക് പോയിട്ട് നമ്മളെ കൃഷി നോക്കട്ടെ. ഞാൻ രാവിലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം, എന്നാലേ ഒക്കെ മുളച്ചു വരത്തുള്ളൂ. എനിക്ക് തോന്നപ്പോ നാളത്തേക്ക് വാട്ടർ മെലൻ മുളച്ചു വരും. നമുക്ക് കുറച്ചു നേരം കിടന്നുറങ്ങാം. ഫ്രാങ്ക്ലിൻ ഭായി എണീക്ക്. ഫ്രാങ്ക്ലിൻ ഭായി രാവിലെയായി. ഫ്രാങ്ക്ലിൻ ഭായി നമ്മുടെ വാട്ടർ മെലൻ, അതായത് കുമ്പട്ടിങ്ങ കൃഷി സക്സസ്ഫുള്ളി. സാധനം വന്നു എന്റെ ഭാഗത്ത്. 1 2 3 3 എണ്ണം. ഫ്രാങ്ക്ലിൻ ഭായിയുടെ ഭാഗത്ത് 3 എണ്ണം. പക്ഷേ ഈ കുമ്പട്ടിങ്ങ എന്തുവാണ് ഇത്രക്ക് വലിപ്പം? എന്റെ മോനെ, എന്തോരോ വലിയ കുമ്പട്ടിങ്ങയാണ്. അത് പൊളിച്ച് ഫ്രാങ്ക്ലിൻ ഭായിയുടെ കുമ്പട്ടിങ്ങ സെറ്റ്. നമ്മടെ കുമ്പട്ടിങ്ങ ചെറുതാണെങ്കിലും പൊളിയായിട്ടുണ്ട്. എന്തായാലും നേടെ നമ്മളത്ര നമ്മളെ കാട്ടി വലിപ്പുണ്ട് കേട്ടാ കുമ്പട്ടിങ്ങക്ക്. ഈ ഫ്രാങ്ക്ലിൻ ഭായി എന്താ എണീക്കാത്തത്? ഫ്രാങ്ക്ലിൻ ഭായി എണീക്ക്, അങ്ങോട്ട് എണീക്ക്. ഒന്ന് പെട്ടെന്ന് എണീറ്റ് വേറെ, കുമ്പട്ടിങ്ങ സാധനം റെഡിയായി. കുമ്പട്ടിങ്ങ എന്റെ മോനെ, എടാ നമ്മടെ ഭാഗത്തെ കുമ്പട്ടിങ്ങ ഇത്രക്കും വലുതാ. എന്റെ മോനെ, എടോ ട്രെവർ എന്നെയും കാട്ടിയും വലിയതോ ഇംഗ്ലീഷ് വളട്ടോണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇത്ര വലിയ കുമ്പട്ടിങ്ങ കിട്ടിയത്. മോനെ, എടാ ഷിൻജാനെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇത്രയും വലിയ കുമ്പട്ടിങ്ങ നമുക്ക് ട്രെവറിനല്ല സോറി, നമ്മുടെ ഡോറിമോന്റെ വീട്ടിലോട്ട് കൊടുക്കാം. കാരണം ഡോറിമോൻ നമുക്ക് പഴം, അതുമാതിരി തന്നെ ആപ്പിള്, മുന്തിരി, അനാറ് ഇതൊക്കെ തന്നതല്ലേ. നീ വാ നമുക്കെന്തായാലും ഇതും കൊണ്ട് നമ്മുടെ ഡോറിമോന് കൊടുക്കാം. എടാ ഡോറിമോനെ ഇങ്ങോട്ട് നോക്കിയതാ, നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് വേണമെന്നുണ്ട്. എന്താണ് ഷിൻജാനെ ഗിഫ്റ്റ്? എനിക്കാ? ഇതെന്തുവാടാ ഇത്രയും വലിയ വാട്ടർ മെലനോ? ഫ്രാങ്ക്ലിൻ ഭായി ഇതാ മൂലക്കിൽ വെച്ചോ. നല്ല വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം ഒരു 100-150 കിലോ കാണും. ഇഷ്ടപ്പെട്ടതോ ഡോറിമോനെ? നീ ഉണ്ടല്ലോ നിന്റെ വീട്ടില് ഫ്രൂട്ട്സ് ഉണ്ടായപ്പോ എന്റെ വീട്ടിൽ കൊണ്ടുവന്നില്ലേ? ഇതാണ് എന്റെ വീട്ടിലുണ്ടായത്, അതാണ് നിനക്ക് കൊണ്ടുവന്നത്. ഹാപ്പി അല്ലേടാ? ഫ്രാങ്ക്ലിൻ ഭായി ഒത്തിരി ഹാപ്പി. അച്ഛാ ഫ്രാങ്ക്ലിൻ ഭായി കൊണ്ടുവന്നതാ വാട്ടർ മെലൻ. കുറച്ചും കൂടെ പണിയുണ്ട്. എടാ കൃഷിപ്പണിയല്ലേ, എന്തായാലും കുഴപ്പമില്ല, ഡിസ്റ്റർബ് വേണ്ട. നിങ്ങളെന്തായാലും പണിയൊക്കെ കഴിഞ്ഞിട്ട് കുമ്പട്ടിങ്ങ ജ്യൂസൊക്കെ അടിച്ച് കുമ്പട്ടിങ്ങൊക്കെ തിന്നോ കേട്ടാ? ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായി, ഓക്കെ. ഓക്കെ
ഗൈസ് അപ്പൊ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ സെക്കൻഡ് ചാനൽ നോക്കാൻ മറക്കണ്ട, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുമാതിരി കമന്റ് ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ കൃഷി നമ്മൾ എന്തായാലും വലുതാക്കണതായിരിക്കും. എന്നിട്ട് നമുക്ക് എന്തൊക്കെ കൃഷി തുടങ്ങണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ആപ്പിള്, മുന്തിരി എന്തൊക്കെ തുടങ്ങണം നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. ഓക്കെ, അടുത്ത കൃഷി. പിന്നെ നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഈ കൃഷി സെറ്റപ്പ് ആക്കണതായിരിക്കും. അപ്പൊ എന്തായാലും സബ്സ്ക്രൈബിലേക്കും ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ഗൈസ്.